നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ അതിഥി സുരാജ് വെഞ്ഞാറമൂടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിരിയുടെ വഴിത്താരയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിക്ഷോഭങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ മനസ്സിലേക്ക് സുരാജ് കയറുന്നു. അതിൻ്റെ പ്രതിഫലനം കേരളത്തിൽ വലിയൊരു ഓളം സൃഷ്ടിച്ച ഒരു സിനിമയായി മാറുന്നു. രാജമാണിക്യം. സുരാജെ, ഓർമ്മയുണ്ടോ ഇതൊക്കെ? പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. കാരണം മമ്മൂക്കയെ പരിചയപ്പെടണം. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, അതായത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെ കിട്ടിയൊരു അവസരമായിരുന്നു കൈരളി TV-യിൽ മമ്മൂക്കയായിട്ട് പരിചയപ്പെടുന്നത്. രാജമാണിക്യം എൻ്റെ വിവാഹം കഴിഞ്ഞ് നേരെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൻറ്റോ ജോസഫ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മൂക്കായ ഒന്ന് വിളിക്കണം, നമ്പർ ഇതാണ്. രാജമാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഒരു ജാനുവരി ഫെബ്രുവരി സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ പ്രോഗ്രാമുകൾ ഞാൻ കൊടുത്തേക്കാണ്. എനിക്ക് ആ കൂടിയുള്ള വരുമാനം സ്റ്റേജ് ഷോയാണ്. അങ്ങനെ വിവാഹവും കഴിഞ്ഞു. അങ്ങനെ സ്റ്റേജ് ഷോ എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ പോയി പൊള്ളാച്ചിയിലേക്ക്. ആ, അവിടെ ചെന്നു. ഫസ്റ്റ് മമ്മൂക്കയെ വീണ്ടും അഭിസംബോധന ചെയ്യുന്നത് അല്ല, എൻ്റെ ഇതൊന്ന് പിന്നെ ഷാഹിദ് പിന്നെ എഴുതി വെക്കും, അതിനെ ട്രിവാൻഡ്രം സ്ലാങ്ങിലേക്ക് മാറ്റണം. മാറ്റിയാൽ മാത്രം പോരാ, നാളെ എടുക്കേണ്ടത് ഇന്ന് രാത്രി എന്നിട്ട് സംസാരിച്ചും കൂടെ കൊടുക്കണം. എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ തുടങ്ങും. ലൊക്കേഷനിൽ ചെന്നിട്ട് പുള്ളിക്ക് വിട്ടുപോകുന്ന ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഞാനവിടെ പോകുമ്പോൾ റൂമിൽ മമ്മൂക്കയുണ്ട്, ചേച്ചിയുണ്ട്, സുരി ചേച്ചിയുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു കോസ്റ്റ്യൂമിന് അപ്പോൾ ഞാൻ എൻ്റെ ആൻ്റെ ചേട്ടൻ പറഞ്ഞു, വാ മമ്മൂക്കയുടെ റൂമിൽ പോ. ഞാൻ ചെന്നിങ്ങനെ, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ എന്തായാലും പഠിപ്പിക്കാനായിട്ടൊക്കെ വന്നതല്ലേ എന്നുള്ള ബലത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് കോസ്റ്റ്യൂമും കൊണ്ട് ഒരാൾ വരുന്നത്. ഇതല്ലായിരുന്നു ആദ്യത്തെ ഡ്രസ്സ്. കോസ്റ്റ്യൂം ഇട്ടിട്ട്, എന്താടാ ഇല്ല കോസ്റ്റ്യൂം ഇങ്ങനെയാണ് അത് അടിച്ചു വയ്ക്കുന്നത്, ഇത് പിടിച്ചിരിക്കണം. ഞാൻ ദൈവമേ, ഇനി ഇവിടെ നിന്നാ പണി വാളും. അപ്പോൾ സുലി ചേച്ചി എന്തോ ഒരിത്, അല്ല അതിന് നിനക്കെന്താ അറിയാം? എൻ്റെ അമ്മ വൈഫിനോട് വരെ ഇത്രയും ദേഷ്യമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഥയില്ല. ഞാൻ പതിയെ പിന്നെ വരാം, ഞാൻ തണുത്തിട്ട് വരാം, പുറത്തിറങ്ങിയ ഇരടാ അവിടെ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഡ്രസ്സ് കൊണ്ടുപോയി വേറെ കറക്റ്റായിട്ട് ഡ്രസ്സ് കൊടുത്തു. അതാണ് ഈ ഇട്ടേക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, താഴെ ഷാഹിദുണ്ട്, നീ എങ്ങനെയെങ്കിലും ഒന്ന് വൽക്കരിക്ക് എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രം വൽക്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ താഴെ വന്ന് ട്രിവാൻഡ്രം വൽക്കരിച്ചു. കൂടെ നിന്നു. അതൊരു വലിയ അനുഭവം തന്നെയാണ്. കൂടെ വന്നു. സിനിമയിൽ ഞാൻ ഒരു സീൻ അഭിനയിച്ചു. അവിടെയാണ് ഒരു ക്ഷീണം പറ്റിയത് സുരാജിന്. എങ്ങനെ? സീനൊക്കെ അഭിനയിച്ചു, പക്ഷെ അതൊന്നും അങ്ങോട്ട് പുറത്തു വന്നില്ല. രാജമാണിക്യത്തിൽ ഞാൻ അഭിനയിച്ചു, പക്ഷെ അത് ഞാൻ തന്നെ എഴുതിയ സീനും കൂടെയാണ്. പുള്ളിയുടെ പെർമിഷനോട് എൻ്റെ പറഞ്ഞ സുരാജ്, ഷാഹിദ് ഖാൻ എഴുതുന്നത് അതിൽ ഹ്യൂമറും കയറ്റിയിട്ട് പറയാം. ഞാൻ തന്നെ എഴുതി, അത് കോപ്പി എടുത്തത് ഞാൻ തന്നെ എഴുതി വെച്ച്, എനിക്ക് ബൈഹാർട്ടാണ്. പക്ഷേ സിനിമയുടെ ക്യാമറയും ഇതെല്ലാം കണ്ട് ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും നിൽക്കുകയാണ്, റെഡി. അതിന് അൻവറിനെ സമ്മതിക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 8-10 ടേക്ക് എടുത്ത്, എൻ്റെ സുരാജെ നീയല്ലേ ഇത് എഴുതിക്കൊണ്ടുവന്ന് നിനക്ക് പോലും പറയാൻ പറ്റല്ലേ. ഞാൻ ഒരു നായികയുടെ അനിയത്തി നടന്നു വരുമ്പോൾ ഞാൻ പൂക്കാരനായിട്ടായിരുന്നു. അത് ഒന്നും പറയേണ്ട സാറേ, ശരിക്കും അതൊന്നും ഓർമ്മിപ്പിക്കാത്തത്. ഞാൻ പതറിപ്പോയി, കൈവിട്ടുപോയി, എൻ്റെ കിളി പോയെന്നൊക്കെ പറയുമ്പോൾ പരിസരമൊക്കെ മറന്ന്. ഞാൻ പറഞ്ഞു, അളിയ എനിക്ക് എന്ത് പറ്റിയെന്ന് നീ എന്നെ ആലോചിച്ചോ. അപ്പോൾ ഈ മമ്മൂക്കാടെ കൂടെ വന്ന് ഇത്രയും പേരെ മുമ്പ് നമ്മൾ മമ്മൂക്കാടെ ആളായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കൈരളിയുടെ ആളാണ്, മമ്മൂക്കാടെ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ, അതിലെ ടെക്നീഷ്യന്മാർക്കും പിന്നെ ബാക്കി പ്രവർത്തകർക്കൊക്കെ ഇവൻ്റെ ഇത് പൊട്ടിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ചെയ്യടാ അന്ന് മമ്മൂക്കായും ഇല്ല. ഞാൻ അവിടെ കിടന്ന് വെള്ളം കുടിച്ച് വല്ല വിധനെയും പാവം അൻവർ റഷീദ് നന്നായിട്ട് എടുത്തു. അതിനുശേഷം സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അൻവർ പറഞ്ഞു, മച്ചാ അത് ആ സീനിൻ്റെ ആവശ്യമില്ലാന്ന്, ഞാൻ കട്ട് ചെയ്യണം, നിനക്ക് വിഷമമൊന്നും തോന്നരുത്, അടുത്ത സിനിമയിൽ നിനക്ക് നല്ല വേഷം തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അപ്പോൾ ഇത്രയും നാൾ ഞാൻ നിന്നതിൽ ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിയും, ഈശ്വരോ ഞാൻ മമ്മൂക്കായിട്ട് കൂടെ ഉണ്ടായിരുന്നതിന് എന്താ തെളിവ്. ഈ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. കാര്യം ട്രൂപ്പിൻ്റെ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എല്ലാം കൂടെ ഒരു 10-50 ദിവസമായി. ഞാനിത് എങ്ങനെ പറയും? അങ്ങനെ ഇരുന്നു.
പടം റിലീസായപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് സുരാജ് വെഞ്ഞാറമൂട് എന്ന് എഴുതി കാണിച്ചു. ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആൾക്കാരും എന്നെ വിളിക്കുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും കോളുകൾ. സുരാജെ രാജമാണിക്യം കണ്ടു കേട്ടോ, തകർത്തു. അപ്പോൾ ഇനി എൻ്റെ വിചാരം എന്ന് വെച്ചാൽ വീണ്ടും എൻ്റെ സീനെങ്ങാനും ഇട്ടുപോയോ? അല്ല, ഞാൻ എന്നെ കണ്ടായിരുന്നു, നിന്നെ അല്ല ഫുള്ള് കണ്ടത്. ഞാൻ പറയാം ഏതർത്ഥത്തിൽ ഇടാ ആ സ്ലാങ് നീ സംസാരിക്കും പോലെ തന്നെ മമ്മൂക്ക അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് കാണും. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരായിരുന്നു. എന്നിട്ട് വന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ സെക്കൻഡ് ഷോ. സ്പെഷ്യൽ താങ്ക്സിൽ സുരാജ് തൃപ്തനായി, ഒരുപാട് സന്തോഷമായി. പക്ഷേ ആ രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ സുരാജ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ ആ ഒരു സിനിമ. അതെ തീർച്ചയായിട്ടും.